വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ കറന്റിലി വിദേശത്ത് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിലും നല്ലൊരു ശതമാനം പേരും ആഗ്രഹിക്കുന്നത് അവരുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം വിദേശത്ത് തന്നെയുള്ള ഏതെങ്കിലും നല്ല രാജ്യത്തിലെ സ്കോളർഷിപ്പോടുകൂടെ PGക്ക് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ലൈസൻസിങ് എക്സാം എഴുതിയതിനു ശേഷം അവിടെ വർക്ക് ചെയ്ത് നല്ല സാലറി ഒക്കെ മേടിച്ച് ലൈഫ് സെറ്റിൽ ആക്കുക എന്നത് തന്നെയായിരിക്കാം. സോ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ പോകണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പോകുന്ന യൂണിവേഴ്സിറ്റിക്ക് എന്തൊക്കെ അപ്രൂവൽസ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു വിഭാഗം പേരും മെയിൻ ആയിട്ട് ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പോയിട്ട് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവിടെ പോയിട്ട് സ്കോളർഷിപ്പോടെ PG ചെയ്യുക എന്നത് തന്നെയായിരിക്കാം. പിന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ചോയ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ നല്ല പെയ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുക എന്നത് തന്നെയായിരിക്കാം. സോ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് മെയിൻ ആയിട്ട് കൊറിയർ അക്രഡേഷൻസ് വേണം. അത്തരത്തിലുള്ള അക്രഡേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ എക്സാം എഴുതാനോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് വർക്ക് ചെയ്യാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. സോ 2023 വരെ പല രാജ്യങ്ങളും പല അക്രഡേഷൻ ഏജൻസികളെയുമായിരുന്നു ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2024 മുതൽ ഇത്തരത്തിലുള്ള എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സിംഗിൾ അക്രഡേഷൻ ഏജൻസിയുടെ അണ്ടറിലോട്ട് വന്നിട്ടുണ്ട്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ നിങ്ങൾ കാണുക. നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോ ഉണ്ട്. പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോ 2020 സെപ്റ്റംബറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രസ് റിലീസ് ഇറക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. അതായത് നമ്മുടെ പിന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഇറക്കിയിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അച്ചീവ്സ് ദ പ്രസ്റ്റീജിയസ് WFME റെക്കഗ്നൈസേഷൻ സ്റ്റാറ്റസ് ഫോർ 10 ഇയേഴ്സ്. അതായത് നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ NMC എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്ത 10 വർഷത്തേക്കുള്ള WFMEന്റെ റെക്കഗ്നൈസേഷൻ നേടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പ്രസ് റിലീസിന്റെ ഹെഡിങ് ആയിട്ടുള്ളത്. ദെൻ അതിന്റെ താഴെയായിട്ട് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, WFMEന്റെ റെക്കഗ്നൈസേഷൻ നേടിയത് കൊണ്ട് തന്നെ എന്താണ്, USML എഴുതാനായിട്ട് ആവശ്യമായിട്ടുള്ള ECFMGയുടെ റെക്കഗ്നൈസേഷൻ ഓൾറെഡി എന്ത് കിട്ടിയിട്ടുണ്ട്. അത് കൂടാണ്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ WFME റെക്കഗ്നൈസേഷൻ കിട്ടിയത് കൊണ്ട് തന്നെ എന്താണ്, USMLE എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ ആണ്. ഓക്കെ, സോ അത് കൂടാണ്ട് കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിന്റെ എക്സാമിനേഷൻസ് ഇനി മുതൽ എന്താണ് ഇന്ത്യയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഴുതാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഈ ഒരു പ്രസ് റിലീസിലൂടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള മെഡിക്കൽ കോളേജസ് എന്ത് നേടിയിട്ടുണ്ട്, WFMEന്റെ അപ്രൂവൽ നേടിയിട്ടുണ്ട്. സോ WFME എന്ന് പറയുന്നത് വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. സോ വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ അപ്രൂവൽ അടുത്ത 10 വർഷത്തേക്ക് നേടിയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിൽ പഠിക്കുന്ന മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന് അമേരിക്കയുടെ എക്സാമിനേഷനായ USMLE എഴുതാനായിട്ട് സാധിക്കും. അത് കൂടാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, താഴെ പറയുന്ന ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിന്റെ ഒക്കെ എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സോ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് രാജ്യത്ത് MBBS പഠിച്ചാലും 2024 മുതൽ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് WFMEന്റെ അപ്രൂവൽ ഇല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേറെ ഒരു രാജ്യത്തും പോയിട്ട് അവരുടെ എക്സാമിനേഷൻ എഴുതി വർക്ക് ചെയ്യൽ പോസിബിൾ അല്ല. നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് USMLE എഴുതാനായിട്ട് ECFMG എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് അക്രഡേഷൻ ആണ് ഉണ്ടായിരുന്നത്. സോ 2024 മുതൽ എന്താണ് ECFMG എന്ന് പറയുന്ന അക്രഡേഷൻ ഇനി അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഓരോ കൺട്രിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള അക്രഡേഷൻ ഏജൻസികൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ എന്താണ് സ്റ്റോപ്പ് ആയി. ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WFMEന്റെ അക്രഡേഷൻ ആണ്. അതാണ് എന്താണ് നമ്മുടെ ആസ് പെർ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷനകത്ത് തന്നെ ആ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. സോ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന രാജ്യത്തിന് WFMEന്റെ അക്രഡേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്യുക. പിന്നെ ആസ് എൻ എക്സാമ്പിൾ നമുക്കൊരു കാര്യം ചെയ്യാം, എന്താണ്, നമുക്ക് ECFMGയുടെ വെബ്സൈറ്റിനകത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ECFMGയുടെ വെബ്സൈറ്റിനകത്ത് പോകുന്ന സമയത്ത് ECFMGയുടെ അക്രഡേഷൻ പോളിസി എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. ECFMGയുടെ അക്രഡേഷൻ പോളിസിയുടെ പേജിലോട്ട് പോകുന്ന സമയത്തും ഏറ്റവും താഴെയായിട്ട് വരുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഇൻഫർമേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ അപ്രൂവ്ഡ് റെക്കഗ്നൈസേഷൻ ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ECFMGയുടെ അപ്രൂവൽ ലഭിക്കണമെങ്കിൽ ഏതൊക്കെ റെക്കഗ്നൈസേഷൻ ഓർഗനൈസേഷന്റെ അപ്രൂവൽ വേണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, WFMEന്റെ അപ്രൂവൽ ഉണ്ടാവണം. ഓക്കെ,
എയ്തർ അതായത് ECFMGയുടെ അപ്രൂവൽ വേണമെങ്കിൽ എന്താണ് എയ്തർ നമുക്ക് എന്ത് വേണം WFMന്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. ദെൻ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ NCFMEA എന്ന് പറയുന്ന ഒരു ഏജൻസി. ഈ NCFMEA എന്ന് പറയുന്ന ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു US ബേസ്ഡ് ആയിട്ടുള്ള അക്രഡേഷൻ ഏജൻസിയാണ്. സോ എയ്തർ WFMന്റെ അപ്രൂവൽ ഉണ്ടാവണം, അല്ലെങ്കിൽ അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ NCFMEA എന്ന് പറയുന്ന അക്രഡേഷൻ ഏജൻസിയുടെ അപ്രൂവൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ECFMG കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ECFMGയുടെ വെബ്സൈറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ECFMG ഇനി മുതൽ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത് ഇൻഹെൽത്ത് ആണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഫോളോ ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ECFMG നേരത്തെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി മുതൽ ഇൻഹെൽത്തിനെ ആയിരിക്കും ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്താലും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പോകുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റി WFME അപ്രൂവ്ഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ പോകുന്ന മെഡിക്കൽ യൂണിവേഴ്സിറ്റി WFME അപ്രൂവ്ഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലോ അല്ലെങ്കിൽ എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളിലോ ഈ പറയുന്ന ഗൾഫ് കൺട്രീസിലോ ഒന്നും തന്നെ പോയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യൽ നിങ്ങൾക്ക് ഒരിക്കലും പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ല. സോ നമ്മൾ എന്താണ് ഫസ്റ്റ് നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ത്യയുടെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു, പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോയുടെ സൈറ്റിൽ പോയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ നോക്കി. അത് കഴിഞ്ഞിട്ട് എന്താണ് അതിനകത്ത് ഇപ്പൊ ECFMGയെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് നമ്മൾ ECFMGയുടെ അടുത്ത് വന്ന് നോക്കി. അപ്പൊ ഇതിൽ രണ്ടിലും പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, WFMന്റെ അക്രഡേഷൻ വേണമെന്നാണ്. സോ ഇനി എങ്ങനെയാണ് ഈ WFME അക്രഡേഷൻ ഉണ്ട് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് WFMന്റെ വെബ്സൈറ്റിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ WFMന്റെ വെബ്സൈറ്റിൽ പോകുന്ന സമയത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരു PDF അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏജൻസീസ് വിത്ത് റെക്കഗ്നൈസേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് WFM പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, WFME എന്ന് പറയുന്ന ഒരു സംഘടന ഓരോ രാജ്യങ്ങളിലും ഓരോ ഏജൻസികളെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള കോളേജസിന് റെക്കഗ്നൈസേഷൻ കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. സോ ഓരോ രാജ്യങ്ങളിലും ഏതൊക്കെ ഏജൻസികളെയാണ് റെക്കഗ്നൈസേഷൻ കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യമാണ് എന്ത് ചെയ്തിട്ടിരിക്കുന്നത്, ഈ ഒരു PDF-നകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ നിന്ന് വിദേശത്ത് MBBS പഠിക്കാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനം പേരും MBBS പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഉസ്ബെക്കിസ്ഥാൻ. സോ ഉസ്ബെക്കിസ്ഥാനിൽ WFMന്റെ അപ്രൂവൽ കൊടുക്കുന്ന റെക്കഗ്നൈസേഷൻ ഏജൻസീസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് കറന്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 2 ഏജൻസീസ് ആണ്. ഒന്ന് പറയുന്നത് IAAR എന്ന് പറയും. IAAR എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഏജൻസി ഫോർ അക്രഡേഷൻ ആൻഡ് റേറ്റിംഗ് എന്ന് പറയുന്ന ഏജൻസിയാണ്. സോ എന്താണ് എയ്തർ എന്ത് വേണം, ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിക്കാനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് IAARന്റെ അപ്രൂവൽ ഉള്ള കോളേജുകൾ ആയിരിക്കണം. ഇനി രണ്ടാമത്തെ ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECAQA എന്ന് പറയുന്ന ഏജൻസിയാണ്. ECAQA എന്ന് പറയുന്ന ഏജൻസി അല്ലെങ്കിൽ IAARന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ എന്താണ് ഉസ്ബെക്കിസ്ഥാനിലുള്ള കോളേജുകൾക്ക് WFMന്റെ അപ്രൂവൽ ഉണ്ടാവുകയുള്ളൂ. സോ WFMന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്താ ആ കോളേജിന് ECFMGയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസിന്റെ അപ്രൂവലും ഉണ്ടാവത്തുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിന് എന്താണ് എയ്തർ IAAR അല്ലെങ്കിൽ ECAQAന്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ കസാക്കിസ്ഥാന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ്. കസാക്കിസ്ഥാന്റെ കേസിലാണെങ്കിലും എന്താണ് എയ്തർ ECAQA ഉണ്ടാവണം, അല്ല എങ്കിൽ എന്താണ് IAARന്റെ അപ്രൂവൽ നമുക്ക് ആ ഒരു കോളേജിന് നമുക്ക് ഉണ്ടാവേണ്ടതായിട്ട് ഉണ്ട്. ഇനി നമ്മൾ എന്താണ് ഈ ഒരു കേസ് നമ്മളിപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അസർബൈജാന്റെ കേസ് എടുക്കുകയാണ്. അസർബൈജാന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അസർബൈജാനിൽ എന്താണ് അപ്രൂവൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ IAAR ഇൻഡിപെൻഡന്റ് ഏജൻസി ഫോർ അക്രഡേഷൻ ആൻഡ് റേറ്റിംഗ് എന്ന് പറയുന്ന ഏജൻസിയാണ് അസർബൈജാനിൽ നമുക്ക് എന്താണ് അപ്രൂവൽ കൊടുക്കുന്നത്. സോ അസർബൈജാനിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്യുക, അവർക്ക് എന്താണ് IAARന്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുക. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ മൊൾഡോവ, ഇപ്പൊ നമ്മൾ മൊൾഡോവയുടെ കേസ് എടുക്കുകയാണെങ്കിൽ സെയിം ആണ്. മൊൾഡോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും IAARന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും എന്ത് വരുന്നത്, അവർക്ക് WFMന്റെ അപ്രൂവൽ കിട്ടുന്നത്. സോ ഇതിനകത്ത് നമുക്ക് എന്താണ് ഈ വേൾഡിലുള്ള എല്ലാ രാജ്യങ്ങളും പിന്നെ അവര് അപ്രൂവൽ കൊടുക്കുന്നത് ഏത് ഏജൻസി ത്രൂ ആണ് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വളരെ കൃത്യമായി എന്ത് ചെയ്യുക, ഈ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിന് ഈ പറയുന്ന ലിസ്റ്റിലുള്ള ഏജൻസിയുടെ അപ്രൂവൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ആ ഒരു രാജ്യം നിങ്ങൾ ചൂസ് ചെയ്യുക. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പുറത്തുള്ള ഒരു രാജ്യത്തും പോയി നിങ്ങൾക്ക് വർക്ക് ചെയ്യല് പോസിബിൾ ആവത്തില്ല. മേ ബി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന 2021 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്ന കൺട്രി
പാലിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തിരിച്ച് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യായിരിക്കും, ഇല്ലാണ്ട് വേറെ ഒരു കൺട്രിയിലും പോയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യൽ പോസിബിൾ ആവില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ വളരെ നന്നായി തന്നെ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യമാണ്. കാര്യം 2023 വരെ സെപ്പറേറ്റ് ഏജൻസികളായിരുന്നു. ഇപ്പം ECFMGക്ക് വേണ്ടി നമ്മൾ WDOMC പോയിട്ട് നമ്മൾ സ്പോൺസർ നോട്ട് നോക്കുമായിരുന്നു. അതുപോലെ ഓരോ കൺട്രിക്കും സെപ്പറേറ്റ് അക്രഡേഷൻ ആയിരുന്നു. ആ ഒരു അക്രഡേഷൻ പോളിസി തന്നെ ചേഞ്ച് ആയി. എല്ലാ കാര്യങ്ങളും എന്താണ് ഓൾറെഡി ചേഞ്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് WFMന്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്യുക. സോ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിന് WFMന്റെ അപ്രൂവൽ ഉണ്ടോ എന്ന് അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കോളേജിന് WFMന്റെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളതായിരിക്കും നമ്മൾ ചെക്ക് ചെയ്ത് പറഞ്ഞ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ വീഡിയോസ് കാണുകയും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നുണ്ട്. പുതിയൊരു വീഡിയോയിൽ നിന്നുള്ള ഒരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.